വണ്ടി എടുക്കുകയാണ്, സൈക്കിൾ എടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചില സ്ഥലത്ത് തുരുമ്പൊക്കെ എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ, എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും. ഇപ്പോൾ ടൈം 9:15 കേട്ടോ. അപ്പോൾ നമ്മളൊരു അവിടെ എത്തുക 9:45 9:50 ആവും എത്തുക. കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ബ്രേക്ക് വീണ്ടും ടൈറ്റ് ചെയ്യണം. അപ്പോൾ എസ്കെ കണ്ടോ, 24 ന്യൂസാണ് ഞാനും കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ബാക്കിൽ നിന്ന് സൗണ്ട് കേട്ടോ. ഏതോ -28 ഉള്ള രാജ്യത്തുള്ള ആരോ എന്ന് പറഞ്ഞല്ലോ. 24/7 നോക്കുന്നതെന്ന്. ഞാനത് 24/7 കേട്ടിട്ടാണ് ഇങ്ങനെ സൈക്കിള് ഓടിക്കൽ. അവിടെ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും എത്ര സെക്കൻഡുമാണ്. ഓക്കെ, ഞാൻ പിന്നെ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് അധികം വെക്കാത്ത. അടുത്ത ഓക്കെ. അപ്പോൾ നമ്മളെ കണ്ടോ, ചെടികളൊക്കെ എല്ലാം പൊഴിഞ്ഞ്. ഈ പ്രാവശ്യം ഒരു കോമഡി ഉണ്ട്. 58 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിൻ്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞില്ല. മഞ്ഞാകെ 27 ഡിസംബറിനോ അങ്ങനെ എപ്പോഴോ വന്നത് ആണ്. പിന്നെ പേരിന് വേണ്ടി കുറച്ച് മഞ്ഞ് വന്നു എന്നല്ലാതെ ഇപ്രാവശ്യം മഞ്ഞൊന്നും അങ്ങനെ വന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ സമയത്തൊക്കെ നല്ല മഞ്ഞാണ്. ഏതായാലും നല്ലത്, ഒരു വിൻ്ററെങ്കിലും നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ കഴിഞ്ഞല്ല. കണ്ട ആൾക്കാരെ ഒരു ട്രാഫിക് മാനേഴ്സ് കണ്ടോട്ടത്തിന് സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്ത സൈക്കിൾ എന്നാ കുറേ മുമ്പിലെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്, ഒരു മടി. ഇന്ന് ഞാൻ 2 തവണ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിൾ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. 1 ഡിഗ്രി സെൽഷ്യസ് ചാർജർ എടുക്കാൻ മറന്നുപോയി. ഇല പൊഴിഞ്ഞ് അല്ലാതെ വലിയ മാറ്റങ്ങളില്ല. പൈൻ മരങ്ങൾ ശ്രദ്ധിച്ചോ? അതൊന്നും ആവുന്നില്ലല്ലോ. എൻ്റെ ഒരു ഭാഗ്യം. എന്തെങ്കിലും റോഡിൽ നട്ടു.
ഓ എത്ര കുറേ ആയി. അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞ് കാണുമല്ലോ ഇവിടെ എവിടെയെങ്കിലും? ഒരു മഞ്ഞുമില്ല. അവിടെ ചില സംഗതി ഉണ്ട്, ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ ഈ മഞ്ഞുള്ള സമയത്ത് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റില്ല. പക്ഷെ ഈ ഐസിൻ്റെ ചെറിയൊരു സംഗതി ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പാട പോലെ ഇങ്ങനെ റോഡ് മേൽ കിടക്കും. അത് ചവിട്ടി കഴിഞ്ഞാൽ തെന്നിപ്പോവും. അപ്പോൾ സൈക്കിളൊക്കെ ഓടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തെന്നും. മുമ്പ് ഞാൻ ഒരു സ്റ്റീൽ ബ്രിഡ്ജിൽ ഇങ്ങനെ പോയിരുന്നു. അന്നിങ്ങനെ രാവിലെ ആയതുകൊണ്ട് കുറച്ചൊരു തെന്നലുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം മഞ്ഞൊന്നും ഒന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. തട്ടി സ്കിഡായിപ്പോയി, വീണും ചെയ്ത്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഷോർട്സിലുണ്ടാവും. കുറച്ച് മുമ്പ്, അതൊന്ന് നവംബറിലെത്തല്ലേ. പിന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഗുണങ്ങളല്ല, പ്രതീക്ഷിക്കാത്ത ഗുണങ്ങൾ. ഞാൻ വാങ്ങിയ വിൻ്റർ ഷൂ ബാക്ക് ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിയായിരുന്നു. അപ്പം ഇവിടെ പോയ സമയത്ത് ആ ഷോപ്പിൽ ഇത് പെട്ടെന്ന് പോയല്ലോ പറഞ്ഞപ്പോൾ എന്നാ വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോർമൽ നവംബർ 23 അങ്ങനെ എത്രയോ എപ്പോഴോ. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ടൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റിസർച്ച് ചെയ്തപ്പം കിട്ടി നവംബർ 2. ഇപ്പോൾ നോർമൽ ഷർട്ട് ഇതൊക്കെ ചെറിയ മഞ്ഞുണ്ടെങ്കിൽ സ്ലിപ്പായി പോകും. കണ്ടില്ലേ, സ്ലിപ്പ് അധികമല്ല. ബ്രേക്ക് ടൈറ്റ് ചെയ്യണം. ഇവിടെ ആയിരുന്നു ഞാൻ മുമ്പ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നെ. ആ വീഡിയോ എൻ്റെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ വളവ് അത് ഞാനൊരു മാർക്കറ്റ് പ്ലേസ് 256 GB മെമ്മറി കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇട്ട് നോക്കിയപ്പോഴൊക്കെ മെമ്മറി കാണുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പോഴും സ്പേസ് കാണിക്കുന്നുണ്ട്, മീൻസ് റിമൈനിങ്. പക്ഷെ ഫയൽ അങ്ങോട്ട് ഹൈഡായി, എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. എന്ത് ചെയ്യാം? പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്ന്. കാർഡ് തിരിച്ച് കിട്ടിയെങ്കിലും സംഗതി പോയി കിട്ടി. ഞാൻ കുറേ റിക്കവറി നോക്കി, പക്ഷെ ഒന്നും